കടലോരത്ത് കൃഷി ചെയ്യാം, അതങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്തെങ്കിലും പ്രതിസന്ധികൾ അവിടെ വന്നാൽ അതിനെ അതിജീവിക്കാനുള്ള വഴികൾ കൂടി നമ്മൾ കാണണം. ചെയ്തു നോക്കുമ്പോഴായിരിക്കും ആ പ്രദേശത്ത് എന്താണ് നമുക്ക് തടസ്സമായി വരണം എന്നുള്ളത്. അതിനെ വേണ്ട രീതിയിൽ അതിജീവിക്കാനുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും മനസ്സിലായി ഏത് വഴിയിൽ അന്വേഷിക്കും, ആരോട് അന്വേഷിക്കും? ഒരു ആരോട് അന്വേഷിക്കണ്ടേ? അവനവനോട് തന്നെ അന്വേഷിച്ചാൽ മതി. അവനവന്റെ ബുദ്ധി കേന്ദ്രത്തിൽ പോയി കണ്ണടച്ചിരുന്ന് ചോദിച്ചാൽ മതി, ഞാൻ എന്താ ചെയ്യണ്ടേ? ആന വന്നു, ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ ആന എൻ്റെ എല്ലാം നശിപ്പിച്ചിട്ട് പോയി. രണ്ട് ഓപ്ഷൻ തരും. നീ കുറേ ചെടികൾ അവിടെ കൊണ്ട് വെച്ചു കൊടുക്ക്, അത് ചെയ്യാവുന്നത്രയും ചെയ്യുക, തൽക്കാലത്തേക്ക് ഇവിടുന്ന് എടുക്കാൻ ചെയ്യുക. അങ്ങനെ ഓപ്ഷൻസ് നമുക്ക് വരും. ഓപ്ഷൻസ് അനവധിയാണ്. ഉടനെ ഒരാളങ്ങ് തീരുമാനിക്കുകയാണ്, ഈ ടൂറിസം സെന്റർ വേണ്ട. തീരുമാനിക്കാം. കാരണം ഇത് പൊല്ലാപ്പാണെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവുകയാണോ വേണ്ടേ? ഓപ്ഷൻസ് 1000 നൂറുകണക്കിന് ആയിരക്കണക്കിന് ഓപ്ഷൻസ് ആണുള്ളത്. ആ ഓപ്ഷൻസ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പൊ അന്നം, കാരണം ആനയെ സംബന്ധിച്ച് കരിമ്പ് അവരുടെ അന്നാണ്, അവരുടെ വിധിച്ച അന്നമാണ്. അത് തേടിക്കുക അവർ വരും, അത് തിന്നും. പിന്നെ ഒരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട് നമ്മൾ, പ്രകൃതി കിളിപ്പിക്കുന്നതും വിളയിക്കുന്നതും ഒന്നും ഒരു ജീവിക്ക് മാത്രമായിട്ടല്ല, സകലർക്കും കൂടിയാണ്. പ്രകൃതി ഒരു മാവേല് മാങ്ങ ഉണ്ടാക്കിയെങ്കിൽ ആ മാങ്ങ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് അതിൻ്റെ ഒരു പങ്ക് മാത്രം, അതെടുക്കാം. ബാക്കിയുള്ളത് അവർക്ക് കൂടി കൊടുക്കാനുള്ള സന്മനസ് നമ്മൾ കാട്ടിയില്ലെങ്കിൽ അവർ വന്ന് മാവ് കൂടി പറിച്ചിട്ട് പോകും. അല്ലെങ്കിൽ മാവ് ഒരു കാര്യം ചെയ്യും, മാവ് കായ്ക്കാതെ അങ്ങനെ നിൽക്കും. മാവ് കായ്ക്കില്ല. മാവിന് എന്തറിയാം? ഈവൻ എൻ്റെ മാവേലുണ്ടാണ് മാങ്ങ, ഒരെണ്ണം പോലും മറ്റാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മാവ് ഒരു തീരുമാനം എടുക്കും. എന്താ, ഇനി കായ്ക്കണ്ടെന്ന് തീരുമാനം എടുക്കും. എന്നിട്ട് ഇവിടെ ആളുകൾ ഓടി നടക്കുക, മാവ് വെട്ടിക്കളയുക എന്നുള്ള തീരുമാനം. ഞാനൊരു കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. ഈ നേരത്തെ അനൗൺസ് ചെയ്ത അവാർഡിൻ്റെ മൂന്നാമത്തെ അവാർഡിന് തൃശ്ശൂരുള്ള ഒരാള് ആളിൻ്റെ കൃഷിയിടം കണ്ടു. അല്ല, സൂപ്പർ കൃഷിയിടം. ജില്ലാ അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ജോസഫ് എന്നാണ് പേര്. ജോസഫ് ചേട്ടൻ പറഞ്ഞു, അതെ എൻ്റെ ഒരു പ്ലോട്ട് കൂടിയുണ്ട്, അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോകണം. ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് വേറെ 2 പറമ്പിന് അപ്പുറത്തുള്ള ഒരു പ്ലോട്ടിൽ ചെന്നപ്പോൾ നല്ല ഒന്നാം തരം തെങ്ങ്, എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. അവിടെ കുറേ പേരമരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്നു. പേരമരങ്ങൾ വെട്ടി താഴെ ഇട്ടിരിക്കുക, ഉണങ്ങിക്കിടക്കുകയാണ്. ജോസഫേട്ട ഇതെന്താ വെട്ടിക്കളഞ്ഞ്? അതെ, അയിലന്തരത്തെ പിള്ളേര് വന്ന് കയറി പേരക്ക പറിച്ച് തിന്നുവന്നു, അത് കാരണം വെട്ടിക്കളഞ്ഞു. അവാർഡ് ക്യാൻസൽ. അവാർഡ് ക്യാൻസലാക്കി കളഞ്ഞു. ആ വർഷം കൊടുത്തില്ല. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ജോസഫ് ചേട്ടന് അവാർഡ് കൊടുത്തത്. അവാർഡ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, അത്ര നല്ല കർഷകനാണ്. പക്ഷേ മറ്റുള്ള മനുഷ്യരോടുള്ള, മറ്റുള്ള ജീവികളുടെ സമീപനവും കൂടി ജൈവ കൃഷി ബാധകമാക്കും. ജൈവ കൃഷിയുടെ സെലക്ഷൻ നടത്താൻ അങ്ങനെ വരുള്ളൂ. മനുഷ്യരോടുള്ള പ്രതികരണം. ഇവിടെ കുറച്ച് പേരൊക്ക പിള്ളേര് പറിച്ച് തിന്നപ്പോൾ വാവല് തിന്നുന്നു. ഒരാളുടെ പേര വെക്കാൻ പറഞ്ഞപ്പോൾ പറയണേ വാവല് തിന്നു, അത് കാരണം ഞാൻ പേര വെക്കുകയില്ല. അങ്ങനെ ആയാലും എന്തായിരിക്കും? പേര വയ്ക്കുക. എല്ലാവരും പേര വെച്ചാൽ എല്ലാവർക്കുമായി, എല്ലാ കിളികൾക്കുമായി, എല്ലാ ജീവജാലങ്ങൾക്കുമായി. ഓക്കെ, അന്നത്താൽ ആനന്ദം. മനസ്സിലായല്ലോ? അന്നത്തിന്റെ പൊരുൾ എന്താണെന്ന് പിടികിട്ടിയില്ലേ? അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല 1% പോലും. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട്. എന്തിന്? ആരോഗ്യത്താൽ ആനന്ദം. ആരോഗ്യമില്ലാതെ ആനന്ദം കിട്ടുമോ? ശാരീരിക ആരോഗ്യം മാത്രം മതിയോ? മാനസികാരോഗ്യവും വേണ്ടേ? അപ്പൊ അന്നം കറക്റ്റ് ചെയ്യാതെ മാനസികാരോഗ്യം കിട്ടില്ലല്ലോ. ശാരീരിക ആരോഗ്യം കിട്ടും. ഇപ്പൊ നമ്മൾ ഒരു പടം അയച്ചിട്ടില്ലേ, അവർ ഇറച്ചിയും തിന്നും, മീനും തിന്നും, എല്ലാം തിന്നും. അല്ലാതെ വെജിറ്റേറിയൻ മാത്രമല്ല,
പക്ഷെ അവരുടെ ശാരീരിക ആരോഗ്യം കറക്റ്റായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ അവരുടെ മാനസിക ആരോഗ്യം എന്താണെന്ന് നമുക്ക് ചൂഴ്ന്നു നോക്കാൻ പറ്റുമോ? മാനസികാരോഗ്യം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ആ മാനസികാരോഗ്യവും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അന്നം കറക്റ്റ് ചെയ്തേ പറ്റൂ. ആരോഗ്യത്താൽ ആനന്ദം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യവും ആത്മീയ ആരോഗ്യവും കുടുംബത്തിൻ്റെ ആരോഗ്യവും സമൂഹത്തിൻ്റെ ആരോഗ്യവും നാടിൻ്റെ ആരോഗ്യവും എല്ലാം പ്രധാനമാണ്. ഈ എല്ലാ ആരോഗ്യവും ഒത്തു കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് കാലാവസ്ഥയുടെ ആരോഗ്യം തകരാറിലായാൽ നമുക്ക് ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ കൃഷി എങ്ങനെ ചെയ്യണമെന്നാണ്? കാലാവസ്ഥയുടെ ആരോഗ്യം കൂടി പിടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃഷി രൂപപ്പെടുത്തുക. ആന ദിവസവും കിടന്നുറങ്ങുമ്പോൾ ആന വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനന്ദം കിട്ടുമോ? പേടിച്ചല്ലേ കിടക്കാൻ പറ്റുള്ളൂ. ആനന്ദം വരണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു കണക്കിലെടുക്കുക. അടുത്തത് നാലാമത്തത്, ധർമ്മം കർമ്മമാവുമ്പോൾ ആനന്ദം. മൂന്നാമത്തെ ആരോഗ്യത്താൽ ആനന്ദം എഴുതിയില്ലേ? അത് എളുപ്പം പഠിച്ച സാധനമായതുകൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. പഠിച്ചതല്ലേ? ആരോഗ്യം പഠിച്ചതാണ്. ശാരീരിക മാനസിക ആരോഗ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ശാരീരിക ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ശരീരത്തിലെ മാലിന്യം മുഴുവൻ കളയണം. മാനസിക ആരോഗ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിലെ മാലിന്യം മുഴുവൻ ആദ്യം കളയണം. എന്നിട്ട് നല്ല മനസ്സുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കൺസ്യൂം ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗം അപ്രസക്തമാണ്. ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യം കിട്ടുമ്പോൾ രോഗങ്ങളെല്ലാം ഇല്ലാതാകും. ആരോഗ്യം വീണ്ടെടുക്കാനുള്ള വഴികൾ മുഴുവൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ശരീരം മനസ്സും ശുദ്ധമാക്കാനുള്ള നടപടികൾ എടുക്കുക. ശരീരത്തിന് വേണ്ട പോഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക. പോഷണങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കുക. ശരീരത്തിന് വേണ്ട പ്രതിരോധ ശക്തി കിട്ടാനുള്ള നടപടികൾ എടുക്കുക. ശരീരം ആരോഗ്യം വീണ്ടെടുക്കും. എന്തുകൊണ്ട് ശരീരം ആരോഗ്യം വീണ്ടെടുക്കും? വേണ്ടതുപോലെ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ മുഴുവൻ കളഞ്ഞു. ശരീരത്തിൻ്റെ മാലിന്യം കളഞ്ഞു, മനസ്സിൻ്റെ മാലിന്യം കളഞ്ഞു. പോഷണക്കുറവുള്ളത് നികത്താൻ നമ്മൾ പഠിച്ചു. പ്രതിരോധത്തിനുള്ള ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുക്കും. എന്തുകൊണ്ട്? 100% ഉറപ്പ്. നിങ്ങൾക്ക് ജലദോഷമാണോ ക്യാൻസർ ആണോ എന്ന് പ്രസക്തിയല്ല. എന്തുകൊണ്ട്? ഏതു രോഗവും മാറ്റാം. എന്തുകൊണ്ട്? ആരോഗ്യം വീണ്ടെടുക്കാം. എന്തുകൊണ്ട്? ബാലൻസ് കൊണ്ടുവരല് നമ്മൾ രോഗം വീണ്ടെടുക്കലാണ്. എന്തുകൊണ്ട്? 100% അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. ആളുകൾ ചോദിക്കില്ലേ, എല്ലാ രോഗവും മാറ്റാം, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുക? ശരീരം എന്നത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് ശരീരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ കളയുകയും മനസ്സിൻ്റെ മാലിന്യങ്ങൾ കളയുകയും പോഷണങ്ങൾ സപ്ലൈ ചെയ്യുകയും പ്രതിരോധ ശക്തിക്ക് വേണ്ടതും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ക്ഷമയോടെ ഇത് ചെയ്യണമെന്ന് മാത്രം. 1 by 1 ആയിട്ട് സകല രോഗങ്ങളും പോകും. ഓക്കെ. ആരോഗ്യത്താൽ ആനന്ദം. ധർമ്മം കർമ്മമാവുമ്പോൾ ആനന്ദം. നാലാമത്തത്, ധർമ്മം കർമ്മമാവുമ്പോൾ. നേരെ തിരിച്ചു പറഞ്ഞാൽ എന്ത് പറ്റും? കർമ്മം ധർമ്മമാകുമ്പോൾ ആനന്ദം. തിരിച്ചു പറഞ്ഞാലും മറിച്ചു പറഞ്ഞാലും ഒന്ന് തന്നെയാണ് സാധനം. ധർമ്മം കർമ്മമാവുമ്പോൾ ആനന്ദം. എന്താ നമ്മളുടെ ധർമ്മം? 4. സാറിന് ഇപ്പോഴും 3 ആയുള്ളൂ. ധർമ്മം കർമ്മമാവുമ്പോൾ ആനന്ദം. എന്താ നമ്മളുടെ ധർമ്മം? എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അത് നിറവേറ്റാനായിക്കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ജനിക്കുകയല്ല, അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മളുടെ ധർമ്മം? 3 ധർമ്മങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്വധർമ്മം എന്താണെന്ന് നമുക്കറിയാം. സീഡ് ഡിസ്ട്രിബ്യൂഷൻ. ഏത് സീഡ്? വിധിച്ച അന്നം വിളയിക്കാൻ ഉതകുന്ന സീഡ്.
ബാക്കിയുള്ളതിൻ്റെ അവരവരും സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കിളികളുടെ അന്നം കിട്ടാൻ വേണ്ടി അവരുടെ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആന അവരുടെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളുടെ വിധിച്ച അന്നം കിട്ടാൻ ഉതകുന്ന വിധത്തിൽ വേണ്ടിടത്ത് വേണ്ട വിത്ത് വേണ്ടത്ര ഇടേണ്ട ജോലി നമ്മളുടേതാണ്. അനന്തര തലമുറ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ട നടപടികൾ നമ്മൾ എടുക്കണം. നാളിതുവരെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചവെള്ളമാണ്. ഈ പച്ചവെള്ളമാണോ അനന്തര തലമുറ കൊണ്ട് കുടിപ്പിക്കണ്ടേ? ജീവന്റെ തലം ഉയർത്തപ്പെട്ട ഭക്ഷണം വേണം, വെള്ളം വേണം എന്ന് മനസ്സിലാക്കി അനന്തര തലമുറയെ മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റാനുള്ള ധർമ്മം നമ്മളുടെ കുലധർമ്മമാണ്. കുലം കുറ്റിയറ്റു പോകാതിരിക്കാൻ, മനുഷ്യകുലം കുറ്റിയറ്റു പോകരുത്. ഇന്നത്തെ എവിടെ നിന്നുകൊണ്ടാണ് ഞാനിത് പറയണമെന്നറിയാമോ? ഈ ഭൂമിയിലെ ദി മോസ്റ്റ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓൺ ദിസ് എർത്ത് ഈസ് ഹ്യൂമൻ ബീയിങ്. മനുഷ്യരാണ് ഈ ഭൂമിയിലെ അന്യം നിക്കലിന്റെ പ്രതിസന്ധി നേരിടുന്ന ആദ്യത്തെ ജീവി. ആ ജീവി മാറണ്ടേ? ഡീജനറേഷൻ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഡീജനറേഷൻ. ഈ ഡീജനറേഷൻ സംഭവിച്ചത് മണ്ണിനാണ്. ആ മണ്ണിന്റെ റീജനറേഷനിലൂടെ നമുക്ക് പരിഹാരം ഉണ്ടാവൂ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഡീജനറേഷൻ ആണ്. പരിഹാരം മരുന്നല്ല, റേഡിയേഷൻ അല്ല, കീമോ അല്ല, റീജനറേഷൻ ആണ്. റീജനറേഷൻ പോസിബിൾ ആണ്. അതായത് 5 അന്നങ്ങളും വിധിച്ചത് കിട്ടുന്ന ഒരിടത്തിൽ അത് കഴിച്ച് അവിടെ താമസിച്ചാൽ റീജനറേഷൻ പോസിബിൾ ആണ്. ഇത് ചെയ്തു നോക്കണ്ടേ? ഇത് ചെയ്തു നോക്കണം. അപ്പൊ ധർമ്മം കർമ്മമാവുമ്പോൾ ഇപ്പോൾ ആനന്ദം വരും, എല്ലാവർക്കും ആനന്ദം വരും. കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ആനന്ദം. 5 അഞ്ചാമത്തതാണ് കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ആനന്ദം. എന്തെല്ലാം കൊടുക്കണം, എന്തെല്ലാം എടുക്കണം? സമ്പത്ത്, സമയം, അറിവ്, കഴിവ്, സ്നേഹം, സന്തോഷം, സങ്കടം. പിന്നെ അതായിരുന്നു സന്തോഷവും സങ്കടവും, പ്രാർത്ഥന, സ്വപ്നം പങ്കുവയ്ക്കണം. കാരണം നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത് മനസ്സിലായില്ലേ? പങ്കുവെച്ച് 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 ജീവിക്കണം എന്ന് പറയണം. കൊടുക്കണം. സമ്പത്തും സമയവും അറിവും കഴിവും സന്തോഷവും സങ്കടവും സ്വപ്നവും പ്രാർത്ഥനയും. ഭാരതത്തിൻ്റെ സർവ്വതും പങ്കുവയ്ക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ അത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആണ് പ്രാർത്ഥന. അയാൾ പങ്കുവയ്ക്കലാണത്. അതിൻ്റെ പ്രസക്തി അതാണ്. സർവ്വതും പങ്കുവെച്ച് ജീവിക്കുക എന്നുള്ളത്. അത് അറിവ് പങ്കുവെക്കണം, സമയം പങ്കുവെക്കണം. ഇപ്പൊ ആളുകൾക്ക് ഇല്ലാത്തത് എന്ത് സാധനം? എന്ത് എന്തിനും പറയണ എന്താ? സമയമില്ല, സമയമില്ല, സമയമില്ല. സമയം പങ്കുവെക്കണം. നമുക്കറിയാം ഒരു സാധനം പങ്കുവെച്ചാൽ അത് കുറയുമോ കൂടുമോ? അറിവ് പങ്കുവെച്ചാൽ കൊടുക്കും തോറും വിദ്യാധനം സർവധനാൽ പ്രധാനം. അത് കൊടുക്കും തോറും ഏറിടുമെന്ന് നമുക്കറിയാം, ഏറുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ധനങ്ങളും. സമയം ഒരു ധനമാണ്. ആയുസ് കൂട്ടണമെന്ന് പറയുന്നത് തന്നെയാണ്. സമയം ഒരു ധനമാണ്. കൊടുക്കാൻ വേണ്ടി കൂട്ടണം. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി നമ്മളുടെ ആയുസ് നമ്മൾ കൂട്ടിയെടുക്കണം. എല്ലാം വഴി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറിവ് കിട്ടിയിട്ടുണ്ട്. ആ അറിവ് കൂട്ടണം. അറിവ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാം. സമ്പത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുത്താൽ ഇത് തീർന്നു പോവില്ലേ? അറിവും കഴിവും ബുദ്ധിയും വികസിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ സാമ്പത്തികം താനേ വരുന്ന ഒന്നാണ്. ഭൗതിക സമ്പത്ത് താനേ വരുന്ന ഒന്നാണ്. ഒറ്റ കണ്ടീഷൻ: അറിവ്
കഴിവ്, ബുദ്ധി വികസിപ്പിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് പ്രകൃതിയുടെ മാത്തമാറ്റിക്സ്. പ്രകൃതിയുടെ സാമ്പത്തിക ശാസ്ത്രം അതാണ്. അറിവ്, കഴിവ്, ബുദ്ധി വികസിപ്പിക്കാനുള്ള നടപടികൾ നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികം വീട്ടുമുറ്റത്ത് വരും, ഭൗതിക സൗകര്യങ്ങൾ വീട്ടുമുറ്റത്ത് വരും. പ്രകൃതിക്ക് ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. അതാണ് മണി എത്രയും വിശക്കാനുണ്ടെന്ന് 12:51 ഒരെണ്ണം കൂടി തീർക്കാം. കൊടുക്കുമ്പോഴും എടുക്കുമ്പോഴും ആനന്ദാണ്. അതായത് ഒരാൾ കൊണ്ടുവന്ന് ഇച്ചിരി സാമ്പത്തികം തന്നു, അയാളുടെ സന്തോഷത്തിന് തന്നതാണ്. നമ്മുടെ ഈ നിറച്ച് ബാങ്കിൽ ബാലൻസ് കിടപ്പുണ്ട്, നമ്മൾ എന്തായിരിക്കും പറയുക? വേണ്ട, അരുത്, ഇങ്ങനെ പറയരുത്. അത് വാങ്ങണം, വാങ്ങിയിട്ട് പങ്കുവെക്കണം. ആരെങ്കിലും തന്നാൽ അത് വാങ്ങി പങ്കുവെക്കണം, സമ്പാദിച്ച് പങ്കുവെക്കണം. അതായത് ഇപ്പൊ ഒരു ചികിത്സകൻ ഇരിക്കുന്നത് ആരുടെ നടുവിലാണ്? രോഗികളുടെ നടുവിലാണ്. ചികിത്സന് ആരായിത്തീരും? രോഗിയായിത്തീരും. അപ്പോ ഒരു ബാധ്യത ഏറ്റെടുക്കുകയാണ്. അതുണ്ട് കോളേജിൽ ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് എന്താണ്, ഇപ്പൊ എൻ്റെ അടുക്ക വരുന്ന നഴ്സുമാര്, ഡോക്ടർമാരും വരുന്നുണ്ട്. ഡോക്ടർമാർ വന്നാൽ സാധാരണ മനുഷ്യരെക്കാളും ഒരു പടി കൂടി പ്രതിരോധ ശക്തി നിലനിർത്താൻ അവർക്ക് നിർദ്ദേശം കൊടുക്കും. കാരണം നിങ്ങൾ രോഗികളുടെ നടുക്കാണ് നിൽക്കുന്നത്. രോഗി ഡോക്ടറുടെ അടുക്ക ഇരുന്നാൽ ഡോക്ടർ രോഗിയാവുകയും രോഗി ഡോക്ടറാകുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉണ്ട്. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് എങ്ങനെ ചെയ്യുക, അതിനവിടെയാണ് നിഷ്കാമകർമ്മമായിട്ട് നമ്മൾ സങ്കല്പങ്ങൾ അവിടെ വരിക. സങ്കല്പിച്ചുകൊണ്ട് ചെയ്യും. അതായത് നമ്മളല്ല ചെയ്യണത് എന്നുള്ള സങ്കല്പത്തിൽ ചെയ്യും. അപ്പൊ അത് കൊള്ളില്ല. എവിടെ ഇത് കൂടുതലും കൊള്ളുന്നത് എവിടെയാണെന്ന് അറിയും? മനസ്സിലാണ് അത് കൊള്ളുന്നത്. അപ്പൊ മനസ്സിൽ അത് കൊള്ളാതിരുന്നാൽ മതി. പതുക്കെ അതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റും. പിടികിട്ടില്ലേ? അതൊരു പ്രശ്നമല്ല, അതൊരു പ്രശ്നമേ അല്ല. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാനല്ലേ നമ്മൾ പഠിക്കുന്നത്. 50 പേരും രോഗവുമായിട്ട് വന്നിരുന്ന് പഠിച്ച് 5-6 മാസത്തിനുള്ളിൽ എല്ലാവരും ആരോഗ്യമുള്ളവരായി മാറിയാൽ പഠിപ്പിക്കുന്ന എനിക്ക് ആരോഗ്യമാണോ കിട്ടണം, രോഗമാണോ കിട്ടണം? അങ്ങനെയൊന്നും പേടിച്ച് ചെയ്യണ്ട. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. അല്ലേ, നമ്മുടെ ജോലി ചെയ്തേക്കുക. ഇനി അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മേത്തോട്ട് വരുമോ? അതായത് ഒരു രോഗി വന്നപ്പോൾ ആദ്യം വിചാരിക്കുന്നത് ആ രോഗി എനിക്ക് വരുമോ? അങ്ങനെ വിചാരിക്കണ്ട, മനസ്സിലായി? അങ്ങനെ ചിന്തിക്കണ്ട. അതായത് പ്രകൃതി എപ്പോഴും പെർഫെക്ഷനിൽ നിന്നും പെർഫെക്ഷനിലേക്കാണ് യാത്ര. ശരിയാക്കാനാണ് ശ്രമം, പ്രകൃതി അല്ലാതെ നശിപ്പിക്കാനല്ല. ഒരാളെ രോഗിയാക്കി കൊല്ലുന്ന ജോലി പ്രകൃതിക്കില്ല. പ്രകൃതി അവനെ ആരോഗ്യത്തോടെ ഇരിക്കാനാണ്. ആ പ്രകൃതിയുടെ ആഗ്രഹം അതാണ്, ആവശ്യം അതാണ്. ആരോഗ്യമില്ലാത്തതിനെ പ്രകൃതി മാറ്റുകയും ചെയ്യും. അതിനുള്ള സംവിധാനമാണ് പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പ്രകൃതി ചെയ്യുന്നത് ആരോഗ്യമുള്ളതിനെ നിലനിർത്താനാണ്. നമ്മളും ആരോഗ്യമുള്ളതിനെ നിലനിർത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ പ്രകൃതി കൈപിടിച്ചു കൊണ്ടുപോയി എത്തേണ്ടടുത്ത് എവിടെയാണോ അവിടെ കൊണ്ട് എത്തിച്ചോളും. പേടിക്കുന്നു. ഒറ്റയ്ക്ക് പോയില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഇല്ലേ? എല്ലാവരും ഇല്ലേ? ഒറ്റയ്ക്കല്ല, എല്ലാവരും കൂടി. അപ്പൊ പേടിയില്ല. ഒരു അമ്മ ഇരുട്ടത്ത് അയലന്തരത്ത് പോകാൻ അയലന്തരത്ത് പോകാനായിട്ട് പേടിയാണ് അമ്മയ്ക്ക്. കൂട്ടിനെ വിളിച്ചിട്ട് ആരുമില്ല. ആകെപ്പാട് മുട്ടയിൽ എഴഞ്ഞു നടക്കുന്ന ഒരു കൊച്ചുണ്ട്. ഈ അമ്മ എന്തായിരിക്കും ചെയ്യുക? ഈ കൊച്ചിനെ എടുത്ത് എളി വെച്ചിട്ട് ഒരൊറ്റ പോക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ട് കിട്ടിയാൽ നമ്മൾക്ക് പേടി പോകും. അതുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ 51 പേരും കൂട്ടത്തിലുണ്ട്. പറഞ്ഞു കൊടുത്തത് ഏത്? പേടിക്കണ്ട, നമ്മൾ ശരിയിലേക്കാണ്.
പക്ഷെ തെറ്റിലേക്കാണെന്ന ബോധം ആദ്യം വരണം, എങ്കിലേ ശരിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് തെറ്റിപ്പോയി എന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്നും ഇത് തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. തെറ്റിപ്പോയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ധൈര്യപൂർവം ശരിയിലേക്ക് പോകാം. അപ്പം അത് കാര്യമാക്കണ്ട. കൊടുക്കുക, എടുക്കുക, തന്നാൽ വാങ്ങുക, സമ്പാദിച്ച് പങ്കുവെക്കുക. അപ്പോൾ അച്ഛനും അപ്പൂപ്പനും കൂടി ഉണ്ടാക്കി വെച്ചത് പങ്കുവെക്കാനല്ല എന്നല്ലേ. അച്ഛനോ അപ്പൂപ്പനും ഒക്കെ കൂടി സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ട്, അത് മുഴുവൻ പങ്കുവെച്ച് തീർക്കലാണോ ജോലി? സമ്പാദിച്ച് പങ്കുവെക്കുക, സമ്പാദിക്കണം. ആരെങ്കിലും കൊണ്ടു തന്നാൽ നല്ല മനസ്സോടെ വാങ്ങിയിട്ട് പങ്കുവെക്കലിലേക്ക് ഉൾപ്പെടുത്തലേ ഒരു തെറ്റുമില്ലല്ലോ. എന്തും അറിവ് ഞാൻ തന്നു, അത് കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. വെച്ചോണ്ടിരുന്നാൽ എന്താ? അത് ദൂഷിക്കും. അറിവാണെങ്കിലും കയ്യിലിരുന്ന കൊടുത്തോണം, കൊടുത്തേക്കുക, കുറെ കൊടുക്കുക, പുതിയത് അറിവ് നേടിയെടുക്കുക. പുതിയ അറിവ് എവിടുന്നാ നേടിയെടുക്കുക? ഉള്ളിൽ എവിടെയാണ്? ഇവിടെയാണ് ഇരിക്കുന്നത്. സന്നിധാനത്തിൽ ഇരിപ്പുണ്ട്, മേടിച്ചെടുത്തോളുക, കൊടുക്കുമ്പോഴെടുക്കുമ്പോൾ. ആറാമത്തത്, ആരാണെന്നറിയുമ്പോൾ ആനന്ദം. ഞാൻ ആരാണ് എന്ന് അറിയുമ്പോൾ ആനന്ദം. ആരാണ് ഈ ഞാൻ? രാവിലെ പറഞ്ഞു കഴിഞ്ഞു. മനസ്സും ബുദ്ധിയും കൂടി ലയിച്ച നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ശരീരമാണ് ഞാൻ. അത് നമ്മൾ അറിഞ്ഞു. ആ സൂക്ഷ്മ ശരീരത്തിന്, അതുകൊണ്ടാണ് അത് അറിഞ്ഞപ്പോഴാണ് എന്ത് മനസ്സിലായേ? ആ സൂക്ഷ്മ ശരീരത്തിന് അന്നം വേണമെന്ന് മനസ്സിലായത്. ഭൗതിക ശരീരത്തിന് മാത്രമല്ല അന്നം. ഞാനെന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഞാനെന്ന് പറയുന്നത് മനസ്സിലെ ഞാനല്ല. മനസ്സിന്റെ ഞാൻ അഹങ്കാരത്തിന്റെ ഞാനാണ്. മനസ്സും ബുദ്ധിയും കൂടി ലയിച്ച ഞാനാണ് യഥാർത്ഥ ഞാൻ എന്ന് അറിയുമ്പോൾ നമുക്ക് ആനന്ദം കിട്ടും. എന്താണ്? അതിന് അന്നം വേണമെന്ന് നമ്മൾ അറിയും. അതിന് വേണ്ട അന്നം കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. അതാണ് ശങ്കുലി. അങ്ങനെയാണ് ശങ്കുലിയിൽ എത്തണത്. ശങ്കുലിയിൽ എത്താൻ കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ്. ഞാൻ ആരാണ്? എൻ്റെ ഉള്ളിലെ സൂക്ഷ്മ ശരീരം ആണ് ഞാൻ. അതറിഞ്ഞു. അതറിയുമ്പോൾ നമുക്കറിയാം രൂപങ്ങളുണ്ട്. രൂപങ്ങൾ, എല്ലാ രൂപങ്ങൾക്കും ഒരു രൂപമില്ലായ്മയുണ്ട്. രൂപങ്ങൾ വ്യത്യസ്തങ്ങളാണ്. നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കുന്നത് രൂപത്തെയാണ്, വെറുക്കുന്നുണ്ടെങ്കിൽ വെറുക്കുന്നത് രൂപത്തെയാണ്, അല്ലേ? പ്രകൃതിയാണ്. നമ്മൾ താരതമ്യം ചെയ്യുന്നത് രൂപത്തെയാണ്. രൂപമില്ലാത്ത എല്ലാത്തിനും ഒരു രൂപമില്ലായ്മയുണ്ട്, ഒരു സൂക്ഷ്മ ശരീരമുണ്ട്. അതൊന്നാണ്. അത് എല്ലാവർക്കും ഒന്നാണ്. കാരണം ബുദ്ധി എല്ലാവരുടെയും ഒന്നാണ്. മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചു കഴിഞ്ഞാലോ സൂക്ഷ്മ ശരീരം ഒന്നാണ്. അവിടെ താരതമ്യം ഇല്ല, താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലേക്ക് ഇറക്കി വരാനുള്ള പ്രക്രിയ ബോധപൂർവം കൂടുതൽ ചെയ്യുക. ഞാൻ തന്നെയാണ്. വേറെ വിധത്തിലും പറഞ്ഞു, ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ആകെ മൊത്തം എത്ര ജനങ്ങളുണ്ട്? ഒരാളേ ഉള്ളൂ. വാനപ്രസ്ഥം പഠിച്ച മനുഷ്യർ മാത്രമേ അത് പറയുള്ളൂ. വാനപ്രസ്ഥം പഠിച്ച മനുഷ്യർക്ക് എക്സൈറ്റ് പിടികിട്ടി, അല്ലേ? ആന്തരിക പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിലൂടെ ഇതെല്ലാവരും ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തരായിരിക്കെ തന്നെ ഭൗതിക ശരീരം ഒന്നാണ്, പഞ്ചഭൂതങ്ങൾ അഞ്ചും ഒന്ന് തന്നെയാണ് എന്ന ബോധം വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ആനന്ദം കിട്ടില്ലേ? ആനന്ദം കിട്ടും. അത് ശരിയാക്കാനുള്ള നടപടികൾ എടുക്കില്ലേ? പഞ്ചഭൂതങ്ങൾ അഞ്ചിനെയും ശരിയാക്കാനുള്ള നടപടികൾ. അടുത്തത് ഇനിയല്ല, എളുപ്പമാണ്. ആത്മീയതയാൽ ആനന്ദം. ആത്മീയത എന്താണ്? ആത്മീയത അമ്പലത്തിൽ ചെന്ന് ശത്രു സംഹാര പൂജ നടത്തുന്നതാണോ ആത്മീയത? അതായത് സകലതും അത് ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയുക. ആത്മാവെന്ന് പറയുന്നത് ഒരൊറ്റ സാധനമാണെന്നും
എല്ലാവരും അതിൻ്റെ ഉള്ളിലാണെന്നും ആ ആത്മീയതയാണ് നമുക്ക് വേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി അമ്പലത്തിൽ പോയി ചെയ്യേണ്ട ആത്മീയത അവിടുത്തെ സ്നേഹം അടിച്ചെടുക്കൽ മാത്രമാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ ആത്മീയത ഇന്ന് പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആത്മീയത അല്ല, ആത്മീയതയുടെ വികലമായ രൂപമാണ്. അതല്ല നമുക്ക് വേണ്ടത്. അവിടെ ചെന്ന് വേണം, കുറെ മനുഷ്യർക്ക് അങ്ങനെ ഒരു സാധനം വേണം, അത് വാങ്ങിയെടുക്കുക. ആത്മാവ് എന്താണെന്ന് അറിയണം. ആത്മാവ് അറിയണം. നമ്മളിപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റായ ആത്മാവിനെയാണ്. നമ്മളുടെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്ന എന്തോ ഒന്നാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടുത്തെ ആത്മാവിൻ്റെ ഉള്ളിലാണ്. ഞാൻ മുഹമ്മയിലിരിക്കുമ്പോൾ മുഹമ്മയിലെ ആത്മാവിൻ്റെ ഉള്ളിലാണ്. അവിടുത്തെ ആകാശത്തിലാണ് ഞാൻ ഇരിക്കുക. എല്ലാം മാറ്റമില്ലാതെ ഇരിക്കുന്നു. അതെ, സെപ്പറേറ്റ് ഇല്ലല്ലോ. ഇല്ല, അതറിയുമ്പോൾ ആത്മീയതയായി. അതായത് സ്ഥലമോ കാലമോ ഒന്നും അതിലില്ല. സ്ഥലകാലമില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ ഒഴിച്ച് ആകാശത്തിൽ പൊള്യൂഷൻ ഉണ്ടാക്കുമോ? ശരിക്കും എന്താണ് ചെയ്യണത്? നമ്മളുടെ ആത്മാവ് നമ്മുടെ ഇരിക്കുന്ന ഇതിനെ മാലിന്യം കൊണ്ട് നടക്കുകയല്ലേ. റോഡ് റമ്പിലെ കരിങ്കല്ലിലിരുന്ന് ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനോട് ചെന്ന് ചോദിക്കണം, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവൻ എന്താ പറയുക? ഞാൻ ആത്മാവിന് പുക കൊടുത്തോണ്ടിരിക്കുകയാണ്. അവന് ബോധമുണ്ട്. അവനാണ് യഥാർത്ഥ ബോധമുള്ളത്. കാരണം അവൻ അറിയാതെ തന്നെ പറയുകയാണ്, ഞാൻ ആത്മാവിന് പുക കൊടുത്തോണ്ടിരിക്കണം. അവനല്ല പുക കൊടുക്കണേ, ഉള്ളിലുള്ള ആത്മാവ്. ആന്തരിക ആകാശവും ആന്തരിക ആത്മാവും ഉണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും ഉണ്ട്. ആന്തരിക ആകാശത്തിൽ നക്ഷത്രങ്ങളെ ജനിപ്പിക്കാൻ പറ്റും. ആന്തരിക ആകാശത്തിൽ എപ്പോഴാണ് നക്ഷത്രങ്ങളെ ഉദിക്കുന്നത്? അപ്പോഴാണ് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. എൻലൈറ്റ്മെന്റ് ഇപ്പൊ നമ്മൾ റിയലൈസ് ചെയ്യുന്നേ ഉള്ളൂ. റിയലൈസേഷൻ, ഇതാണ് ആത്മാവ് എന്ന് തിരിച്ചറിഞ്ഞു. അത് അകത്തുമുണ്ട് പുറത്തുമുണ്ട്. പക്ഷേ അതില് നമ്മൾ അനുഭവിച്ചിട്ടില്ല, ആത്മാവിനെ അനുഭവിച്ചിട്ടില്ല. ഏത് ആ പിന്നെ ഞാൻ പെട്രോൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചോ അല്ലെങ്കിൽ പോലും ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ തെറ്റാണ്. അപ്പൊ യാത്ര ചെയ്യാൻ പറ്റും. ഇന്നത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ? എക്സർസൈസ് ചെയ്യണം. നമ്മൾ മലിനപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ആയിരിക്കണം. നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഡൽഹി പോകണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ആകാശത്തൂടെ ഡൽഹി പോകാൻ പറ്റുമോ? അത്തരത്തിലേക്ക് നമ്മൾ എവല്യൂട്ട് ചെയ്തിട്ടില്ല. ഇത് എവല്യൂഷൻ പ്രോസസ്സാണ്. നെക്സ്റ്റ് എവല്യൂഷൻ ഏതായിരിക്കും? മനുഷ്യന്റെ നെക്സ്റ്റ് എവല്യൂഷൻ ഏതായിരിക്കും? ഡിവൈനിലേക്കാണ്. ഡിവൈൻ ആയിട്ടുള്ള ഈശ്വരന്മാർ പറന്ന് നടക്കണം. നമ്മൾ സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ? സിനിമയിൽ പറന്നല്ലേ നടക്കവര്. പോയിട്ടുണ്ടോ? അത് വല്ല ഉപകരണം വെച്ചിട്ട് പോയതായിരിക്കും. ആണോ? അത് യൂട്യൂബിൽ കണ്ടതല്ലേ? അത് ശരിയായിരിക്കണം നിർബന്ധമില്ല. നമ്മൾ നേരിട്ട് കണ്ടാൽ നമുക്ക് പറയാം. യൂട്യൂബിൽ എന്ത് വേണേലും കാണിക്കാം. ഇപ്പോൾ യൂട്യൂബിലെ എന്ത് വേണേലും കാണിക്കാം. ഞാനിപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്നുണ്ട്, ആകാശത്ത് ശിവന്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു. ശിവന്റെ രൂപം കാണിക്കുന്നുണ്ട്. ഈ കാർമേഘത്തിന്റെ ഇടയ്ക്ക് ശിവന്റെ രൂപം വ്യക്തമായി കാണിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ലേസറിലൂടെ. നിങ്ങൾക്ക് ലേസർ പ്രയോഗത്തിലൂടെ, ടെക്നോളജിയിലൂടെ ഏത് രൂപവും ആകാശത്ത് കാണിക്കാം. ഞങ്ങൾ കണ്ടു അതവിടെ. ഈ രൂപമായിട്ട് അവർ കാണിച്ചില്ല. പക്ഷെ ബാംഗ്ലൂരിൽ ചെന്നപ്പോ അവിടെ ലേസർ ഷോ ഉണ്ട്. അത്ഭുതം വിട്ടു നമ്മൾ.
ലേസർ പ്രയോഗം അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് എന്തും കാണിക്കാന്ന്. ഇപ്പൊ പിന്നെ വെടിക്കെട്ട്, ഇനിയത്തെ വെടിക്കെട്ട് എന്തായിരിക്കും എന്നറിയാമോ? ലേസറിന്റെ വെടിക്കെട്ടായിരിക്കും കാണാൻ പോണം, അല്ലാതെ പുകയൊന്നും ഉണ്ടാക്കില്ല. ലേസറിലൂടെ രൂപങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാക്കാൻ പറ്റും. ടെക്നോളജിയാണ്.